നോമ്പ് തുറന്ന് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല കൂടാനാണ് കേട്ടോ. ഈ അരി തിളച്ച് പുറത്ത് പത ചാടുമ്പോൾ മനസ്സിലെ കൊള്ളരത്തായ്മ പുറത്ത് തള്ളപ്പെടും. പൊങ്കാലിട്ട് വാങ്ങിച്ച കാലമാണ് ഇതിനെല്ലാം അടിച്ചു തകർത്തിട്ടാണ് വിളിച്ചിട്ട് ചേട്ടൻ വിളിച്ചിട്ട് തിരിഞ്ഞു നിൽക്കാനാണ് അവർ പയ്യത് 10-2 എത്ര ദിവസം കാലം മാറ്റി തന്നെ ഒരു പൊങ്കല കാലം അമ്മയ്ക്ക് പൊങ്കാലിട്ടാണ് ഞങ്ങൾ വന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. എന്നാൽ ഈ ഒരു ഒറ്റ പൊങ്കാല കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മതേതരത്വം വളരെ വ്യക്തമായും ശക്തമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാളയം ഇമാം അദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഉൾപ്പെടെ ആ ഒരു വീഡിയോക്കകത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു റിയാക്ട് ചെയ്ത ടൈമിൽ. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന ചില സംഭവ വികാസങ്ങളുടെയൊക്കെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചില ആളുകൾ, നമ്മുടെ നാട്ടിലെ ചില വർഗീയ വിഷയങ്ങളായിട്ടുള്ള ചില ആളുകൾ കേരളത്തിന് ഇങ്ങനൊരു സൈഡ് കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ അതിലേക്കാണ് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന മറ്റ് ചില സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ റനീഷ ചേച്ചി ആണെങ്കിൽ പോയി പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. റനീഷ ചേച്ചി അവിടെ പൊങ്കാല ഇട്ടപ്പോഴത്തേക്കിന് റനീഷ ചേച്ചിയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ ചില വർഗീയ വിഷയങ്ങൾ അതിനേക്കാട്ടി വലിയ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തോന്നിടെ ഇത്? റനീഷ റഹ്മാൻ ഒരു മുസ്ലിം നാമധാരി എന്നുള്ള, അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരി ആയതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ കുരുപൊട്ടിക്കൊണ്ടിരിക്കുന്നത്. റനീഷ ചേച്ചിയുടെ ഇങ്ങനെ പോസ്റ്റുകളൊക്കെ ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം. ഇതിനകത്ത് വന്നേക്കുന്ന കുറച്ച് സാധനങ്ങൾ. അതിനുശേഷം റനീഷ ചേച്ചി ഒരു വീഡിയോ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. നോമ്പ് തുറന്ന് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല കൂടാനാണ് കേട്ടോ. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞാൻ ഷൂട്ടിന് വേണ്ടി ട്രിവാൻഡ്രം വന്നു പോകുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും പൊങ്കാല സമയത്ത് ട്രിവാൻഡ്രം നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരുപക്ഷെ ഇത്തവണ വരാനായിരിക്കണം നിമിത്തം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന്റെ മറ്റൊരു പേര്. ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുചേരുന്ന ഒരു ഉത്സവം എന്ന നിലയ്ക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ആറ്റുകാൽ ക്ഷേത്രത്തിന് സ്ഥാനമുണ്ട് കേട്ടോ. റെഡിയായി നേരെ താഴെ റിസപ്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു പാലക്കാടിൽ നിന്നും വന്ന ഒരു വലിയൊരു കൂട്ടം. ഇവർ പാലക്കാടിൽ നിന്നും ബസ്സിലാണ് വന്നത്. അവർ തന്നെയായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന് പൊങ്കാല ഇട്ടതും. എൻ്റെയും ചിന്നുടെയും ലൈഫിൽ തന്നെ ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ട് പല സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ ചേച്ചിമാർ തന്നെയാണ് ഞങ്ങളുടെ പല ഡൗട്ട്സ് പറഞ്ഞു തന്നതും ഞങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്തതും. പൊങ്കാല ഇടുന്നതിൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ കേട്ടപ്പോൾ. അതായത് മൺപാത്രത്തെ നമ്മുടെ ശരീരമായിട്ട് കരുതും. അതിലേക്കിടുന്ന അരി നമ്മുടെ മനസ്സായും സങ്കല്പിക്കും. ഈ അരി തിളച്ച് പുറത്ത് പത ചാടുമ്പോൾ മനസ്സിലെ കൊള്ളരത്തായ്മ പുറത്ത് തള്ളപ്പെടും. എന്നിട്ട് ശേഷം നമ്മൾ ശർക്കരയും തേങ്ങയും, അതായത് നന്മയും സ്നേഹവും വിവേകവും ചേർക്കുന്നതിലൂടെ ആത്മീയമായി ദേവിയിലോട്ട് നമ്മൾ അടുക്കുന്നു. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളും അവിടെ സഫലമാവുന്നു. ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടപ്പോൾ. ഈ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കുമെന്നും ആപത്തുകൾ ഒഴിവായി പോവുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസം സത്യമായതുകൊണ്ട് തന്നെയാവും ഓരോ വർഷവും ഇവിടെ കൂടുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരുന്നത്. ഞങ്ങളെല്ലാവരും ജലപാനം പോലും കുടിക്കാതെ ഞങ്ങൾ പൊങ്കാല ഇട്ടതിന് ശേഷം മാത്രമാണ് കേട്ടോ വെള്ളം കുടിച്ചത്. എങ്കിൽ പോലും ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് എല്ലാവർക്കും നല്ല രീതിയിൽ പൊങ്കാല ഇടാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കേട്ടോ കരുതുന്നത്. 2:40 ക്ഷേത്രത്തിലെ മുഖ്യ ശാന്തി വന്ന് തീർത്ഥം തെളിച്ചു. അതിനുശേഷം നമ്മളെല്ലാവരും പൊങ്കാല പ്രസാദം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടത് ആക്ച്വലി നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കലത്തോടുകൂടി പ്രസാദമൊക്കെ എല്ലാവരും പാക്ക് ചെയ്ത് വീട്ടിലോട്ട് മടക്കി യാത്രയായി. എന്തായാലും എൻ്റെ ഈ ആദ്യ പൊങ്കാല ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വല്ലാത്തൊരു കംപ്ലീറ്റ് ഫുൾഫിൽമെൻറ്റ് ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. പൊങ്കാലയിൽ കൂടിയവർക്കും അല്ലാത്തവർക്കും അമ്മ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി ഞാൻ നിങ്ങളെ കുറച്ച് ഈ വീഡിയോ കാണുന്ന മനുഷ്യന്മാരുടെ അടുത്തുള്ള ചോദ്യമാണ്. ഒരു മുസ്ലിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അടുത്തോ ക്രിസ്ത്യാനികളുടെ അടുത്തോ ഒന്നും അല്ല, മനുഷ്യന്മാരായിട്ടുള്ള നിങ്ങളുടെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നിയോ? എന്തെങ്കിലും നാടിന് വലിയ ആപത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ മഹാപാപം ചെയ്ത പോലെ എന്തെങ്കിലും തോന്നിയോ? ഇല്ലല്ലോ. റനീഷ റഹ്മാൻ ഇങ്ങനൊരു പേര്, അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരിയായി എന്ന പേരിൽ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ഒന്നും ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയേക്കാൾ മുകളിലല്ല ഇവിടെ മറ്റൊന്നും, അല്ലേ? ഇങ്ങനെയുള്ളപ്പോൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലോട്ട് നമുക്കൊന്ന് പോവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ പേര് സ്വീകരിച്ച് ആ മതത്തിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ ആരും പിടിച്ചു വെക്കുന്നില്ല. നിങ്ങൾ 2 തോണിയിൽ കാലിട്ട് നിൽക്കരുത്. 2 മതക്കാരെ കളിയാക്കലാണ്, അത് ഓക്കെ. റഫീഖ് എന്ന് പറയുന്ന ഒരു തിരട്ടേക്കുന്ന ഒരു കമൻ്റാണ്. ഇതിനകത്ത് എവിടെയാണ് ആൾക്കാരെ കളിയാക്കിയിട്ടുള്ളത്? എന്ത് കളിയാക്കലാണ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്തത്? എനിക്ക് മനസ്സിലാവണില്ല.
ഇനി അടുത്ത റിയൽ കേരള സ്റ്റോറി എന്ന് ബാക്കി എല്ലായിടത്തും വന്ന് പറയുന്ന മുസ്ലിംസ് ഇത് കണ്ടപ്പോൾ ട്രിഗർഡ് ആവുന്ന സെക്യുലറിസം ഒക്കെ ഹിന്ദുക്കൾക്ക് മാത്രം അവന്മാരുടെ മതത്തിൽ നിന്ന് വരുമ്പോൾ ചോയ്സും സെക്യുലറിസവും ഒന്നും ബാധകമല്ല. അങ്ങനെ കുറേ ഹിപ്പോക്രാറ്റിക് വാണങ്ങൾ നല്ലൊരു മാസമായിട്ട് എന്ത് കോമാളിത്തരമാണ് കാണിക്കുന്നത്. ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പോയതാണോ ഈ റമളാൻ മാസമായിട്ട് മുസ്ലിങ്ങളെ കളിയാക്കാൻ പോയതാണോ കഷ്ടം 2 തോണിയിൽ ജീവിക്കുന്നത്. അനക്ക് മരിക്കേണ്ട പെണ്ണെ കബറിൽ ചെല്ലുമ്പോൾ ഇതിനുള്ള ഉത്തരം പറയേണ്ടി വരും. എന്താ കബറിൽ ചെല്ലുമ്പോൾ PSC എക്സാം ഉണ്ട് ഇതിനുള്ള ഉത്തരം പറയാനൊക്കെ ഉണ്ട്. ഹരിയമ്പലത്തോണ്ട് ചോദിക്കുകയാണ്. പിന്നെ നരകത്തിലെ വിറക് കൊള്ളി അല്ലടേ ഈ നരകത്തിലെ വിറക് കൊള്ളി ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എടാ ശബരിമലയിൽ വാവരസ്വാമി ഇരിപ്പുണ്ട്. അപ്പം ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ അങ്ങനെ ഒരാൾ അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ ഇരിക്കുന്നു, അപ്പോൾ അതിൽ നിങ്ങൾക്ക് അപമാനമായിട്ടോ ഈ പറയുന്ന സംഭവങ്ങൾ തോന്നില്ല. ഇത് ഞാൻ പറയുന്നത് ഈ വർഗീയ വിഷം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ, അവരെക്കുറിച്ച് മാത്രമാണ് നമ്മളോട് പറയുന്നത്. അല്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഇത് ബാധിക്കുന്നതേ അല്ല. ഈ വിഷം കൊണ്ട് നടക്കുന്ന ആൾക്കാരെ പറ്റി മാത്രമാണ് പറയുന്നത്. പിന്നെ അത് വേറെ കുറച്ച് സാധനമുണ്ട്. ഈ കമന്റ് ഇടുന്നതിൽ കുറേ ഈ സംഘലമെന്റ്സിന്റെ കുറേ ഫേക്ക് ഐഡി ഉണ്ട്, അതുകൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. അപ്പം ഇങ്ങനെ കുറെ എണ്ണങ്ങൾ വന്നിട്ട് ഇടുകയാണ്. ഇത് ഇങ്ങനെ ഒരു ഇട്ടപ്പോഴത്തേക്കിന് അങ്ങ് ആകാശം ഇടിഞ്ഞ് വീണാ. നിങ്ങൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ സൂര്യൻ പടിഞ്ഞാറാണോ ഉദിച്ചത്, അല്ലെ ഭൂമി തിരിഞ്ഞു കറങ്ങാൻ തുടങ്ങിയോ? എന്താണ് സംഭവിച്ചത്? ലോകത്ത് മൊത്തം ഇരുട്ട് ഉണ്ടായോ? ഇത് കൊള്ളാമല്ലോ. അതൊക്കെ ഒരാളുടെ സ്വന്തം ഇഷ്ടമാണ്, അവിടെ പോയി എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്നുള്ളത്. ഇനി ഇത് ഫേസ്ബുക്കിലെ കമന്റ്സ് ആയിരുന്നു. ഫേസ്ബുക്കിൽ അറിയാമല്ലോ കുറെ ഇങ്ങനത്തെ കുറെ പുഴുക്കുത്തുകൾ കൂടുതലും വന്ന് കാണുന്നത് അവിടെയാണ്. ഇനി ഇൻസ്റ്റഗ്രാമിലോട്ട് കുറച്ചെണ്ണങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ മുസ്ലിം ഫാമിലി ആണെന്ന് പറയരുത്, മുസ്ലിങ്ങൾക്ക് നാണക്കേട്. എന്ത് നാണക്കേട്? എന്തിനാ നാണക്കേട് തോന്നേണ്ട ആവശ്യകത എന്താണ് ഇതിനകത്ത്? തുണിയില്ലാന്നെ കൊണ്ടാരെങ്കിലും നീ ഇസ്ലാം അല്ലേ, ഈ നോമ്പിന് തന്നെ കുറിയൊക്കെ തൊട്ട് എന്ന് പറഞ്ഞുകൊണ്ടിട്ടേക്കാണ് ഷംന എന്ന് പറയുന്ന ഒരാൾ. എന്താണ് ഇസ്ലാം ആണെന്ന് നോമ്പിന് തന്നെ കുറിയൊക്കെ ഇട്ട് എന്താണ് പ്രശ്നം എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഇതൊക്കെ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് എന്താണ് കാണിക്കുന്നത്? എന്ത് കാണിച്ച്? ഷഹാന എന്ന് പറയുന്ന ഒരാൾ ഇട്ടേക്കാണ് ഈ റംദാൻ മാസത്തിൽ തന്നെ വേണമായിരുന്നു. ഷഹാനയുടെ ഞാൻ ID ഇവിടെ കൊടുക്കാവേ, ഫോട്ടോയെ ഞാൻ ഇവിടെ കൊടുക്കാം. ട്രസ്റ്റിങ് അള്ളാഹ്സ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനത്തെ വിശ്വാസങ്ങളെ കൊണ്ടുവരണം എന്ന് കരുതി ബാക്കിയുള്ളവർ നിങ്ങൾ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ മറ്റാളുകൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ വാശി പിടിക്കുന്നത് എന്ത് മര്യാദയാണ് അല്ലെങ്കിൽ എന്ത് വൃത്തിയായിട്ടൊരു പരിപാടിയാണ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ ഈ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസങ്ങളൊന്നും ഒരിക്കലും തെറ്റായിട്ട് ഞാൻ പറയില്ല. പക്ഷേ നമ്മളുടെ വിശ്വാസങ്ങൾ നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്, അത് മറ്റൊരാളോട്ട് അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം ഞാൻ ചെയ്യുന്നത് പോലെ മാത്രമേ നീയും ചെയ്യാൻ പാടുള്ളൂ എന്ന് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു റോങ് നമ്പറാണ്, ഒരു തെറ്റാണ്. അത് ചെയ്യാൻ പാടില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇനി മൈൻഡ് ആക്കണ്ട, അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തൽ അങ്ങനെ കണ്ടാൽ മതി ഇവളെയൊക്കെ. നിനക്ക് കാസ്റ്റ് മാറ്റിക്കൂടെ? അപ്പം റെനീഷ ചേച്ചി തന്നെയാണ് തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. താല്പര്യമില്ല എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്തോന്നടേ നിങ്ങൾക്ക് ഈ പ്രശ്നം? എന്തോന്ന് പ്രശ്നം? ഇപ്പം കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് ആയതുകൊണ്ടല്ലേ ഈ പറയുന്ന പ്രശ്നങ്ങളല്ലേ ഈ എല്ലാം കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മുസ്ലിം നാമതായിട്ടുള്ളൊരു പേര് കണ്ടതുകൊണ്ടല്ലേ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതേസമയം റെനീഷ ചേച്ചിനെ അധികം ആൾക്കാർക്ക് അറിയാത്ത ഒരു സാധാരണക്കാരിയായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ അവിടെ വന്ന് ഇത്തരത്തിൽ പൊങ്കാല ഇട്ട് പോയി കഴിഞ്ഞാൽ ആരറിയാൻ എന്ത് പ്രശ്നം ഉണ്ടാകാൻ ഒന്നും ഉണ്ടാവത്തില്ല. ഈ പറഞ്ഞ നാണക്കേടോ അല്ലെങ്കിൽ കളിയാക്കലോ ഇതൊന്നും ഉണ്ടാവൂല, ഇല്ലേ? കുറച്ച് ആളുകൾ അറിയുന്നൊരു വ്യക്തി ആയതുകൊണ്ട്, പേര് ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടും മാത്രമാണ് ഇപ്പം ഈ പറഞ്ഞ ആൾക്കാർ ഈ കുരു പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോന്നടേ ഇത്? അറിയാൻ മേലത്തുണ്ട് എന്തോന്ന് ഇത്? പിന്നെ ഇതൊക്കെ ഇത്രയൊക്കെ പറയുമ്പോഴും പാളമിമ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് പ്ലേ ചെയ്യാം. അതിഥികളായിട്ട് ഈ ഒരു സഹോദരിമാരെ പരിഗണിച്ചുകൊണ്ട് അതിഥികളുടേതായ എല്ലാവിധ അവകാശങ്ങളും അവർക്ക് നൽകിക്കൊണ്ട് ആതിഥേയർ എന്ന നിലക്കുള്ള നമ്മുടെ ബാധ്യത നമ്മൾ നിറവേറ്റുകയാണ്. വ്യത്യാസങ്ങൾ വിവിധ മതങ്ങളിലുണ്ട്. ഇവിടെ തന്നെ നമ്മൾ സ്വാമി, അതുപോലെ തന്നെ ഞാൻ, അതുപോലെ തന്നെ സിൽവാനി തിരുമേനി അടക്കമുള്ള ആളുകൾ വിശ്വാസപരമായ ബഹുസ്വരത വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും അതല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോഴും ഈ മാനവികതയുടെ പേരിൽ, സാഹോദര്യത്തിന്റെ പേരിൽ എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. ഇസ്ലാമത വിശ്വാസികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് റമളാന്റെ കാലം കൂടിയാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികളിൽ സഹാനുഭൂതിയും കാരുണ്യവും പരസ്പര സ്നേഹവും ചേർന്ന് നിൽക്കലുമൊക്കെ ഏറ്റവും അധികം ശക്തിപ്പെടേണ്ടുന്ന കാലമാണ്. യാദൃശ്ചികമായിട്ട് പൊങ്കാല ഈ ഒരു മാസത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും റമളാന്റേതായിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ നമ്മുടെ സഹോദരിമാർക്ക് സമ്മാനിക്കുവാൻ സാധ്യമാവണം എന്നുള്ളതാണ്. റമളാൻ എന്ന് പറയുമ്പോൾ ഖുർആൻ
ഇറങ്ങിയ മാസം എന്നുള്ളതാണ് റമദാനെ സംബന്ധിച്ചുള്ള വിശ്വാസം. ഖുർആൻ മാനവികതയുടെ ഗ്രന്ഥമാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന് സിദ്ധാന്തിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. മാത്രമല്ല നമ്മുടെ മുഴുവൻ വേദഗ്രന്ഥങ്ങളും അത് മനുഷ്യർക്ക് വേണ്ടിയാണ് അവതീർണമായിട്ടുള്ളത്. മനുഷ്യർക്ക് വെളിച്ചം എന്ന നിലയിലാണ് അവതീർണമായിട്ടുള്ളത്. എല്ലാ മനുഷ്യരും ഒന്നാണ്. ദൈവം തമ്പുരാൻ പറയാണ്, മനുഷ്യരെ നിങ്ങൾ എല്ലാവരും ഒന്നാണ്. നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ മാതാവിൽ നിന്നും ഒരേ പിതാവിൽ നിന്നുമാണ്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി മാറ്റിയത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. വേദഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നത് മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നുള്ള മഹത്തായ സന്ദേശമാണ്. അതുകൊണ്ട് റമദാൻ വേദഗ്രന്ഥം അവതീർണമായ മാസം എന്നുള്ള നിലയ്ക്ക് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന മാസമാണ്. യാദൃശ്ചികമായിട്ട് പൊങ്കാല ഇവിടെ കടന്നു വരുമ്പോൾ ആ ഉത്സവത്തിലൂടെയും എല്ലാവരും പരസ്പരം കരുതലോടുകൂടി തന്നെ ഒന്നിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സന്ദർഭം ഏറെ സന്തോഷകരമായിട്ടുള്ള സന്ദർഭം എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടുന്ന ആളുകളാണ്, അങ്ങനെ നല്ല ആശയങ്ങൾ പുറത്തോട്ട് കൊടുക്കണം, ലോകത്തിന് കൊടുക്കണം എന്നുള്ള പറഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള വാക്കുകളാണ്. ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഈ പറയുന്ന ആൾക്കാർ പറയോ നിങ്ങൾ ഉള്ളിയാണ്, അല്ലെങ്കിൽ ഈ റിൻഷ് റഹ്മാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശബരിമലയിൽ ഇരിക്കുന്ന വാവരസ്വാമി ആ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമോ? തോന്നടേ ഇത് ഈ ജാതി മതമൊക്കെ മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. ഒരു റിൻഷ് റഹ്മാൻ അങ്ങനെ ഒരു അതിൻ്റെ ഒരു എന്താ ഒരു കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വിശ്വാസം അത് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണെന്നുള്ളൊരു റിയാലിറ്റിയിലോട്ട് നിങ്ങളെല്ലാവരും എത്തുക. ഓക്കെ, ഏതാണ്ട് ഇങ്ങനെ കണ്ണടച്ചുറങ്ങുന്ന ഈ ഒരു സമയം മാത്രമേ നമ്മൾ ഭൂമിയിൽ ജീവിക്കണുള്ളൂ. ഇപ്പോഴും ഇത് ചെയ്തപ്പോൾ മൊത്തവർക്കും അപമാനമായി, നരകത്തിലെ വിറകുള്ളി ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ആൾക്കാരാരിലും അവിടെ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നേക്കുന്ന ആൾക്കാരാണോ? അറിയാൻ മേലത്തോണ്ട് ചോദിക്കുകയാണ്. പിന്നെ നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് നമ്മൾ ഈ ഒരു വലിയൊരു ഗാലക്സി അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിലെ ഇത് മൈക്രോസ്കോപ്പിൽ കൂടെ പോലും നോക്കിയാൽ കാണാൻ പറ്റാത്ത ഒരു കുഞ്ഞ് ഒരു പൊട്ട് പോലും ആയിട്ട് കാണാൻ പറ്റാത്ത ഒരു ഭൂമിയിൽ ഒരു ഗ്രഹത്തിലിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അവിടെ ഇരുന്നുകൊണ്ടാണ് ഇതിൻ്റെ പേരിൽ കിടന്ന് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്തോന്നടേ ഇപ്പോഴും ശിലായുഗത്തിലോട്ട് പോവാണ് ഇങ്ങനത്തെ കുറെ കമന്റ് സെക്ഷനിലെ കുറെ ആൾക്കാർ. എന്താണെങ്കിൽ ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും ഭയങ്കര സന്തോഷം കൊണ്ടെങ്കിൽ പോലും അവർക്കൊക്കെ ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇങ്ങനത്തെ കമന്റ് സെക്ഷൻ ഇമാതിരി കൊണ അടിച്ചിരിക്കുന്ന ആൾക്കാർ. ഇനി കഴിഞ്ഞ ദിവസം നടന്നേക്കുന്ന മറ്റു ചില സംഭവവികാസങ്ങളോട് നോക്കാം. കാര്യം ഈ ഒരു ആറ്റുകാൽ പൊങ്കാലക്കിടയിൽ കൂടി ഈ വിരകിക്കൊണ്ട് നടന്നേക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു, മറ്റാരുമല്ല നീലക്കുയിൽ. എൻ്റെ പൊന്നോ, ഒരു ആൾക്കാർ ഇവന്മാർ ഈ ക്യാമറയുടെ ആംഗിൾസ് ഒക്കെ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഇവന്മാർക്ക് ഈ നമുക്ക് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്യാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഈ ഓർമ്മ പക്ഷെ കാലം തൊട്ട് പൊങ്കാല ഇടുന്നുണ്ട്. ഇതെന്റെ വീട് തന്നെയാണല്ലോ, എന്റെ വീട് ആറ്റുകാലായോണ്ട് ഇതെന്റെ പാരന്റൽ വീടാണ്. സോ എനിക്ക് തോന്നുന്നു ഓർമ്മ പക്ഷെ കാലം തൊട്ട് ഇടുന്നുണ്ട് പൊങ്കാല. സോ എത്രാമത്തെ പൊങ്കാലയാണ് ചോദിച്ചാൽ പെട്ടുപോകും നമ്മള്. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ചൂടും ഇതൊക്കെ കൊണ്ടിട്ട് അവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതൊക്കെ തീർത്തിട്ട് പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവർ ഇവിടെ ഒരാളും ഇത്തരത്തിൽ അവരുടെ ഡ്രസ്സ് അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നത് നോക്കാൻ അവർക്ക് സമയം കിട്ടില്ല. അവർ പൂർണ്ണമായിട്ട് അവരുടെ ആ ഒരു മനസ്സർപ്പിച്ചുകൊണ്ട് വിശ്വാസമില്ലല്ലേ, അപ്പോൾ മനസ്സർപ്പിച്ച് അവർ നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് മറ്റൊന്നും ചിന്തിക്കുന്നില്ല. ഇതൊന്നും ചിന്തിക്കാതെ ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇതിലേക്കൂടെ നമുക്ക് കുത്തി കയറ്റാമെന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കുന്ന നമ്മുടെ നീലക്കുയിലേ. ഇനി വേറൊരു വീഡിയോ കാണിച്ചു തരാം. ആ കുട്ടിയുടെ അമ്മ ഇത്തരത്തില് നീലക്കുയിലാണ് കണ്ടത്, നേരെ തോർത്തിട്ട് മറച്ചു കൊടുക്കുന്നത്. നമുക്ക് അതുകൂടെ കാണാം. സത്യം പറഞ്ഞാൽ അന്നേരം എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ആ പൊങ്കാല തിളപ്പിച്ച് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അത് തിളച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് നേരെ അമ്മമാർ ഇങ്ങനെ വരുമല്ലോ, നേരെ എടുത്തിട്ടാണ് ആ തോത്തും കൊണ്ട് അതിൽ ഇങ്ങനെ പിടിച്ച് അമ്മരുടെ മോന്തക്കോട്ടം കുഴിക്കണം. അപ്പോൾ അമ്മരുടെ കഴപ്പങ്ങ് തീരും. ഒരു മര്യാദയൊക്കെ വേണ്ടേടി നീലക്കുയിലേ. ഇനി അടുത്തൊരു സാധനം ഭയങ്കര വൈറലായിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ട് ഓടിയിരിക്കുന്ന ഒരു സാധനമാണ്, നമുക്ക് അതുകൂടെ കാണാം. ഇവന്മാർ ഈ ഒരു വീഡിയോയുടെ
കൃത്യമായിട്ടുള്ള ആംഗിൾസ് ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് അമ്മമാർക്ക് പറ്റാവുന്ന പണി പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവന്മാർ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആണെന്ന് ഇങ്ങനെ ഒളിക്യാമറ വെച്ച് ഇങ്ങനെ പരിചയപ്പെട്ടേക്കുന്ന അങ്ങനെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് വന്നിട്ട് പുറത്ത് ഇത്ര അടിപൊളിയായിട്ട് ഇവർക്ക് ഇങ്ങനെ എടുക്കാനെ കൊണ്ടൊക്കെ സാധിക്കും. എന്നാലും കഴിവുള്ള കഴിവേറികളാണ് ഇവന്മാരെല്ലാവരും. പിന്നെ ചില ആളുകൾ പുള്ളിക്കാരിയുടെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് ചൊല്ലിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഉദ്ഘാടനത്തിന് പോകുന്ന പോലെ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പൊന്നെ, ഇത് 2026 ഇപ്പോഴും ഈ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ഒരാള് നമ്മൾ പറയുന്നത് പ്രകാരമുള്ള വസ്ത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് ഒരാളുടെ വസ്ത്രധാരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് പച്ചയ്ക്ക് പറയാമല്ലോ എന്ത് മയിരാണ് ഉള്ള കാര്യം പറയാമല്ലോ. ഇനിയും ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇത്രയും തിരക്കൾക്കിടയിലൂടെ ഒരുത്തൻ ചീറിപ്പാഞ്ഞ് കാറിൽ പോയിട്ട് ഈ പൊങ്കാല ഇട്ടേക്കുന്ന ആ ഒരു കലമൊക്കെ ആണെങ്കിൽ ഉടച്ചിട്ട് പോയിരിക്കുന്ന ഒരു സീൻ, അതിൻ്റെ വാർത്ത കൂടെ ഇങ്ങോട്ട് വെക്കാം. അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു വേദനയുള്ള വാർത്ത തന്നെയാണ്. കാരണം നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അവരുടെ പൂർണ്ണമായും എല്ലാം ഒരു ആത്മസമർപ്പണം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തന്നെ വളരെ കഠിനമേറിയ ഒരുക്കങ്ങൾ തന്നെയാണ്. ഓരോ സാധനങ്ങൾ ശേഖരിക്കുന്നതും എല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടോടെയാണ് അവർ ഓരോ സാധനങ്ങൾ ശേഖരിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ തന്നെ ആ രീതിയിലുള്ളതാണ്. വലിയ ബുദ്ധിമുട്ടോടു കൂടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആ ബുദ്ധിമുട്ടൊന്നും തന്നെ അവർ അറിയുന്നില്ല. കാരണം എല്ലാം ദേവിക്ക് സമർപ്പിച്ചുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത്. വെയിലാണെങ്കിലും മഴയാണെങ്കിലും എല്ലാം തന്നെ അതെല്ലാം ആ ഒരു ബുദ്ധിമുട്ടുകൾ അറിയാതെ. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു വേദന ഉണ്ടാക്കുന്ന കാര്യം, അവർ അത്തരത്തിൽ ഈ നിവേദ്യം തയ്യാറാക്കുമ്പോൾ അതൊരു വാഹനം, ഒരു കാറ് അത് ഇടിച്ച് തെറിപ്പിച്ച് ഇട്ട് പോയി, പിന്നീട് ആ വാഹനം നിർത്താതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. ആ വാഹനത്തെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സംഭവത്തിൽ പോലീസുകാരോട് പരാതി പറഞ്ഞിട്ട് പോലീസ് അത് സംഭവം അന്വേഷിക്കുന്നുണ്ട്. ഏകദേശം ഇതെന്തായിരുന്നു സംഭവം ചേച്ചി? സംഭവം അവർ നെരിച്ചിട്ടാണ് ഒരു പോക്ക് പോയി. പൊങ്കാലിട്ട് വാങ്ങി വെച്ച കാലമാണ്. ഇതിനെല്ലാം അടിച്ചതാ പറ്റും. തകർത്തിട്ടാണ് വിളിച്ചിട്ട് ചേട്ടൻ വിളിച്ചിട്ട് തിരിഞ്ഞു നിൽക്കാതെ അവർ പോയത്. 10-2000 എത്ര ദിവസം കലം മാറ്റി തന്നെ ഒരു പൊങ്കല കാലം. അമ്മയ്ക്ക് പൊങ്കാലിട്ടാണ് ഞങ്ങൾ വന്നത്. പൊങ്കാലിടുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പോലീസുകാർ മാറ്റുന്ന പാത്രത്തിലാണ് ഇരുന്നത്. പകരം വേറെ പൊങ്കാലിടാൻ അവർ പോലീസുകാരും കമ്മിറ്റിക്കാർ മാറ്റുന്ന പൈസത്തെ പൊങ്കാലിട്ടോണ്ടിരിക്കുകയാണ്. രണ്ടാമതിട്ടാണ് ഞങ്ങള് തൊട്ടടുത്തിരിക്കായിരുന്നില്ലേ? ഞാൻ ഇവിടെ ഇരിക്കും. ഒരാ കൊച്ചിനെ പൊള്ളി എടുത്തോണ്ട് പോയിരിക്കുന്നു. പരിക്കുണ്ട് ഒരു കുട്ടി. അവള് കൈയൊക്കെ പൊള്ളിപ്പോയി കൊണ്ടുപോയിരിക്കുന്നു. അവർക്ക് അത്ര കാര്യങ്ങൾ നമുക്ക് പിടിച്ചാലേ പറ്റുള്ളൂ. നമ്മളെ പിടിക്കണം. എന്തായാലും നമ്മൾ അങ്ങനെ പൊങ്കാലിക്കൊന്നെയാണ്. അവരെ പിടിച്ചേ പറ്റൂ ഞങ്ങൾക്ക്. ഇതാണെങ്കിലും പോലീസുകാരൊക്കെ ഇത് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നീട് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽക്കൂടെ വന്ന് ഈ കൊനഷ്ടൊക്കെ കാണിച്ചിട്ട് ഒരു മര്യാദ ഇല്ലാതെ പോയേക്കുന്ന കുറേ ഇങ്ങനത്തെ പുന്നരമക്കളുണ്ടല്ലോ. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ പിടിക്കാനും അതിനൊക്കെ എതിരെ അമാർക്ക് നല്ല പണിഷ്മെൻറ്റ് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ എല്ലാവരും ഒത്തൊരുമയോടെ തന്നെ നിൽക്കണ്ടേ. പിന്നെ അതേപോലെ തന്നെ റനീഷ റഹ്മാനല്ല, ഏതൊരു വ്യക്തിയാണെങ്കിലും തനിക്ക് ഇഷ്ടമുള്ളൊരു ആചാരം അനുഷ്ഠിക്കുന്നതിൽ നമ്മുടെ നിയമപ്രകാരം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം? എന്താണ്? നിയമത്തിന് മുകളിലല്ല ഇവിടെ ഒരു ജാതിയും ഒരു മതവും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ മതം പറയുന്ന നിയമമല്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്തിനൊരു നിയമവ്യവസ്ഥയുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത എന്ത് കാര്യം നമുക്കിവിടെ ചെയ്യാം. അതിൽ ആരും ഒന്നും തലയിടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇനി ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ കുറേ വിശ്വാസത്തിൻ്റെ പേരിൽ കുറേ പഠിപ്പിക്കാൻ വരുന്ന കുറച്ച് ഏമാത്തികളും ഉണ്ടായിരിക്കും. എല്ലാവരും അല്ല കേട്ടോ, ഈ തീവ്ര വിശ്വാസങ്ങളായിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് പറയുന്ന ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ പറയുന്ന വിഷമം തോന്നല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. എങ്ങനെയാണെന്നറിയോ? എൻ്റെ പ്രായം ചെറുതാണ്, അത്ര വലിയ മെച്യൂരിറ്റി ഒന്നും എനിക്ക് അങ്ങനെ മെച്യൂരിറ്റി കാണിക്കേണ്ട ആവശ്യകതയില്ല. നല്ല വർത്തമാനം ഞാൻ പറയും. പച്ചത്തെറി തന്നെ ഞാൻ പറയാം. അങ്ങേ അറ്റത്ത് ഒരുമാതിരി വർഗീയം വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് തുപ്പിക്കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. എന്താണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. മനുഷ്യരായിട്ട് മാത്രം കാണാം.